ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൂഡ് ഓയിൽ നമ്മളുടെ ആവശ്യത്തിൻ്റെ 80% മുകളിലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വിദേശ ഇതുപോലുള്ള എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, അല്ലെങ്കിൽ എനർജി നമ്മുടെ ഡിപ്ലോമസി എപ്പോഴും നമുക്ക് അനുകൂലമായി ഇരിക്കുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമ്മളുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിൻ്റെ ഒരു വിഷയമാണ്. അപ്പം നേരത്തെ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ എണ്ണ മിഡിൽ ഈസ്റ്റിലെ കുറേ രാജ്യങ്ങളിൽ നിന്ന് മാത്രം, വിരലിലെണ്ണാവുന്ന കുറേ രാജ്യങ്ങൾ മാത്രമായിരുന്നു നമ്മളുടെ ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ ആ ഒരു എന്താണ് പറയുന്നത്, നമ്മളുടെ ഡിപ്ലോമസിയുടെ, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ കൂടി വരികയാണ്. തീർച്ചയായിട്ടും വളർന്നു വരുന്നൊരു സാമ്പത്തിക രാജ്യം, അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി എന്ന നിലയിലും രാജ്യത്തെ ആൾക്കാരുടെ ഉപഭോഗം വർദ്ധിച്ചു വരുന്നതുകൊണ്ടും വ്യാവസായികമായിട്ടുള്ള ആവശ്യങ്ങളുടെ വർധനവും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് എനർജി വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു എക്കോണമിയുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് എനർജിയാണ്. എനർജി എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽ എനർജി, അതായത് നമ്മൾ ഈ പറഞ്ഞ ക്രൂഡ്, പെട്രോളിയം ഡീസൽ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ലോകത്തിലെ ഇപ്പോൾ ഏം, ആദ്യത്തെ മൂന്ന് രാജ്യങ്ങളിൽ അമേരിക്ക, ചൈന, ഇന്ത്യ, ഈ മൂന്ന് രാജ്യങ്ങളാണ് ഓയിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങൾ. ഓയിൽ മീൻസ് എനർജി, ക്രൂഡ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ എനർജിയുടെ തടസ്സമില്ലാത്ത നമ്മളുടെ രാജ്യത്തിന് ലഭ്യമാകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇവിടെ ഭരണത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തങ്ങളാണ്. ലോകത്ത് ഏത് തരത്തിലുള്ള ക്രൈസിസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, നമ്മുടെ രാജ്യത്ത് എനർജിയുടെ ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം 40-ലേറെ രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള രീതിയിലുള്ള ഈ പറഞ്ഞ ക്രൂഡ് ഓയിൽ പർച്ചേസിന് വേണ്ടി. നേരത്തെ 27 രാജ്യങ്ങളോളം ആയിരുന്നു നമ്മളുടെ ആശ്രയം. ഇപ്പോൾ 40-ലേറെ രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ റഷ്യയായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ടും റഷ്യയുമായിട്ട് നമ്മളുടെ ഇതിലും വിട്ടു മാറുന്നില്ല, അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു ധാരണ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ടും അവരുടെ ഭീഷണി, സാങ്ഷൻ്റെ, ഉപരോധത്തിൻ്റെ ഒക്കെ ഭീഷണിയുടെ ഡമോക്കൾ സോഡ് നമ്മുടെ കഴുത്തിന് ചുറ്റും ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ പുറമെ നാറ്റോയുടെ ഒരു ഭീഷണിയും ഈ അടുത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തിരുന്നാൽ തന്നെയും ഈ ഭീഷണിയൊന്നും വകവെക്കാതെ നമ്മൾ റഷ്യയിൽ നിന്നും ഇപ്പോഴും ഏറ്റവും കൂടുതൽ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഒരു രാജ്യമായിട്ട് റഷ്യയെ നമ്മൾ കരുതുന്നുണ്ട്. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ കനത്ത, വളരെ ഹാർഷായിട്ടുള്ള സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നുള്ള ഭീഷണി നാറ്റോയിൽ നിന്ന്, അമേരിക്കയിൽ നിന്നുണ്ട്, ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, അതുകൂടാതെ നാറ്റോയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ആരുടെയും ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നുള്ളൊരു, മുട്ടുമടക്കിയാൽ നമുക്ക് കാര്യം സാധിക്കത്തില്ല നമ്മുടെ രാജ്യത്ത്. അതിപ്പോൾ ഏത് സർക്കാർ ഇവിടെ നിലനിൽക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും അതിനകത്തു നിന്നും യാതൊരു രീതിയിലുള്ള കോംപ്രമൈസും ഇന്ത്യ ചെയ്യത്തില്ല, അല്ലേ? കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ വലിയൊരു പ്രശ്നമാണ് ഓയിൽ, അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആഗോളതലത്തിലെ എണ്ണ ഉപഭോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ. മുന്നിൽ നിന്നാൽ അമേരിക്ക, ചൈന, ഇന്ത്യ, ഈ മൂന്ന് രാജ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോഗത്തിലെ ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യക്ക് ആവശ്യമുള്ള ഓയിലിൻ്റെ, അല്ലെങ്കിൽ എനർജിയുടെ 80% നമ്മൾ ഇറക്കുമതിയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇറക്കുമതി, ഇത്രയും വർദ്ധിച്ച തോതിലുള്ള ഇറക്കുമതി നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ചാൽ പോരാ, പല രാജ്യങ്ങളെ നമുക്ക് മാറി മാറി ആശ്രയിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ എണ്ണയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് നല്ല പങ്കുണ്ട്. ചൈനയിൽ എണ്ണയുടെ ഡിമാൻഡ് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ചൈനയ്ക്ക് ഒന്നാം സ്ഥാനം ഉണ്ടെങ്കിൽ തന്നെയും ചൈനയിൽ ഓയിലിൻ്റെ, അല്ലെങ്കിൽ ക്രൂഡിൻ്റെ, എനർജിയുടെ ഡിമാൻഡ് വളരെ കുറയുന്ന ഒരു കാഴ്ച കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഈ പറഞ്ഞ വർദ്ധിച്ചു വരുന്ന ഉപഭോഗം ലോക ഗ്ലോബൽ ക്രൂഡ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ എനർജി മാർക്കറ്റിൽ ആ ഒരു ഡിമാൻഡ് നിലനിർത്താൻ സഹായിക്കുക. അപ്പോൾ ഇന്ത്യനകത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവയ്ക്കുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്.
നേരത്തെയുള്ള കാലങ്ങളിലൊക്കെ നമ്മൾ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെ മാത്രമായിരുന്നു ആശ്രയിച്ചിരുന്നത്. ഇറാഖ് അല്ലെങ്കിൽ സൗദി അല്ലെങ്കിൽ UAE ഇതുപോലുള്ള രാജ്യങ്ങളെ മാത്രമായിരുന്നു നമ്മൾ നേരത്തെ നമ്മുടെ എണ്ണ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ തീർച്ചയായിട്ടും റഷ്യയെ നമ്മൾ കൂടുതൽ, പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ ഓയിൽ വാങ്ങുവാൻ ആം, തുടങ്ങുകയും ഇപ്പോഴും അത് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അമേരിക്കയുടെ ഇതുപോലുള്ള അമേരിക്കൻ സഖ്യത്തിലുള്ള രാജ്യങ്ങളിലേക്ക് തന്നെ ഭീഷണികളും അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത്, ഇന്ത്യയെ മേടിക്കുന്നുണ്ട്, ചൈനയെ മേടിക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും തന്നെയാണ്. അപ്പോൾ യുക്രൈൻ്റെ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം വന്നപ്പോൾ ഇന്ത്യയെ ഇന്ത്യയും ചൈനയാണ് ശരിക്കും പറഞ്ഞാൽ റഷ്യയെ സഹായിക്കുകയും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തുകയൊക്കെ ചെയ്തത്. കാരണം യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് റിസോഴ്സിൻ്റെ ആവശ്യങ്ങളുണ്ടല്ലോ. പൈസ, റിസോഴ്സ്, ഈ സമ്പത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് ഓയിലും ഗ്യാസും ഒക്കെ വിൽക്കാനുണ്ട്, പക്ഷെ അത് മേടിക്കാനുള്ള ആൾ വേണ്ടേ. ഉപരോധങ്ങൾ, റഷ്യയുടെ പുറത്ത് ഉപരോധം നിലനിൽക്കുമ്പോൾ അമേരിക്കൻ, യൂറോപ്യൻ സഖ്യത്തിലുള്ള രാജ്യങ്ങളൊന്നും തന്നെ റഷ്യയിൽ നിന്ന് ഓയിലോ ഗ്യാസോ മേടിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് റഷ്യക്ക് തീർച്ചയായിട്ടും വൻതോതിലുള്ള മാർക്കറ്റ് വിപണി നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് തീർച്ചയായിട്ടും യുദ്ധത്തെ തുടർന്നുകൊണ്ട് പോകാൻ അവർക്ക് സമ്പത്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഈ ഒരു വഴി അടയാതെ കാത്തു സൂക്ഷിക്കുന്നത് ഇന്ത്യയും ചൈനയുമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം റഷ്യ സാമ്പത്തികമായിട്ട് വളരെയധികം ഒരു വരിഞ്ഞു മുറുക്കി അവരെ നിശ്ചലമാക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള പദ്ധതിയാണ് അമേരിക്കയും നേറ്റോ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അവർ തുടങ്ങിയിട്ടുള്ളതും. അതിൻ്റെ ഭാഗമായിട്ട് റഷ്യയുടെ മുകളിൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്ക് മേലും അതുപോലെ തന്നെ റഷ്യയുമായിട്ട് ഏത് തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾക്ക് മേലും ഉപരോധം ഏർപ്പെടുത്തുന്നു. ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയിൽ നിയമങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നിയമങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഭീഷണികളെയും സമ്മർദ്ദങ്ങളെയൊക്കെ വളരെ വിജയകരമായിട്ട് ഇന്ത്യ അതിജീവിച്ചാണ് തീർച്ചയായിട്ടും ഇത്രയും കാലം നമ്മൾ റഷ്യയെ സഹായിച്ചതും അല്ലെങ്കിൽ റഷ്യക്ക് ഈ പറഞ്ഞ ഒരു അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ചൈനയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബയേഴ്സ്. റഷ്യൻ ഓയിലിൻ്റെ ഏറ്റവും വലിയ ബയേഴ്സ് ഇന്ത്യയും ചൈനയും തന്നെയാണ്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം റഷ്യയുടെ എണ്ണയ്ക്കും അതുപോലെ തന്നെ അത് കൊണ്ടുവന്ന ഈ കപ്പലുകൾക്കൊക്കെ തന്നെ ഉപരോധം ഏർപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ വിഹിതം കൂടിയതല്ലാതെ അതിനകത്ത് കുറവുകളൊന്നും വന്നിട്ടില്ല. കാരണം ഇന്ത്യക്കിപ്പം അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എനർജി അക്കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 35% റഷ്യയിൽ നിന്നാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് പിന്നീടുള്ളത്. നേരത്തെയൊക്കെ ഇറാഖും ഒക്കെ തന്നെ അതിന് മുന്നിൽ. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇറാഖിനെയും സൗദിയൊക്കെ പിന്തള്ളി റഷ്യ ആണ് നമ്മളുടെ ഏറ്റവും വലിയ സെല്ലർ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ബയർ. റഷ്യയുടെ ഏറ്റവും വലിയ ബയർ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ മേടിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ഏകദേശം 35%-ത്തിനടുത്ത് നമ്മുടെ ടോട്ടൽ ഓയിൽ ഇമ്പോർട്ടിൻ്റെ 35% നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നേരത്തെ ഇറാഖ്, സൗദി പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ നമ്മൾ 10-ൽ താഴെയുള്ള രാജ്യങ്ങളെ മാത്രമേ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് 27 2020 ആയപ്പോഴേക്കും ഇപ്പോൾ നമ്മൾ ഏകദേശം ചെറുതും വലുതുമായിട്ടുള്ള തോതിൽ 40 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഗയാന, ബ്രസീൽ തുടങ്ങിയ പുതിയ വിപണികൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എണ്ണയ്ക്കായിട്ട്. കാരണം ഗ്ലോബൽ ക്രൈസിസ് ഏത് സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് തീർച്ചയായിട്ടും ഈ എണ്ണയുടെ ഒഴുക്ക്, ഇന്ത്യയിലേക്കുള്ള എണ്ണയുടെ ഒഴുക്ക് അല്ലെങ്കിൽ എനർജിയുടെ ലഭ്യത നമുക്ക് അതിനതിൽ കുറവുണ്ടാകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു ഡിപ്ലോമസി അല്ലെങ്കിൽ ഈ എനർജി ഡിപ്ലോമസി അല്ലെങ്കിൽ എനർജിയുടെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങളില്ലാത്ത ഫ്ലോ, ഇന്ത്യയിലേക്കുള്ള ഫ്ലോ നമ്മൾ ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണല്ലോ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ബാക്ക് ബോണാണ് ഫ്യൂവൽ അല്ലെങ്കിൽ എനർജി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ നമുക്ക് ഏഹ്, അതിനകത്തിൽ തടസ്സങ്ങളില്ലാതെ നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളത് അതാത് രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം ആ ഒരു
വെളിച്ചത്തിലാണ് നമുക്കിപ്പം ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഭരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ളൊരു സംഭവവികാസം ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ് നമുക്ക് മുൻകാല പരിചയങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഒരു പ്രശ്നമാണ്. കാരണം നമുക്ക് ഓയിൽ കിട്ടിയില്ലെങ്കിൽ, ക്രൂഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സുരക്ഷാ സേനകൾ, സുരക്ഷ, നമ്മുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. സമ്പദ് വ്യവസ്ഥയെ നമുക്ക് മുന്നോട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ജനങ്ങളുടെ നിത്യ ജീവിതത്തെ അത് ബാധിക്കും. അപ്പം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഓയിൽ ഡിപ്ലോമസി അല്ലെങ്കിൽ എനർജി ഡിപ്ലോമസി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇതിലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നാറ്റോയുടെ അല്ലെങ്കിൽ നാറ്റോ ജനറൽ സെക്രട്ടറി ജനറൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയത് ഇന്ത്യയുടെ പേര് പറയാതെ തന്നെയാണ്. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ഏം, കടുത്ത ഉപരോധം ഏർപ്പെടുത്തുകയും വളരെ ശക്തമായിട്ടുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുന്നൊക്കെയുള്ള ഭീഷണി ഈ പറഞ്ഞ സെക്രട്ടറി ജനറലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് ഇന്ത്യ പറയുന്നത് നമ്മൾ എണ്ണ എവിടുന്ന് മേടിക്കണമെന്ന് ഇന്ത്യയുടെ തീരുമാനമാണ്. കാരണം ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയതുകൊണ്ട് ഇന്ത്യ തീരുമാനിക്കും. മറ്റുള്ളവരുടെ ഭീഷണിക്കോ സമ്മർദ്ദത്തിനോ ഒന്നും ഇന്ത്യ വഴങ്ങത്തില്ല, വഴങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ആരുടെ ഭരിച്ചാലും അങ്ങനെ തന്നെ ആണെങ്കിലും നമ്മുടെ നിലപാട് എന്നുള്ളത് വ്യക്തമാണ്. കേന്ദ്ര പെട്രോളിയം മന്ത്രി നമ്മളുടെ എണ്ണ വാങ്ങുന്ന നയത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് എവിടെ നിന്ന് എണ്ണ കിട്ടുമോ അവിടെ നിന്ന് ഇന്ത്യ പോയി എണ്ണ മേടിക്കുക. അതിപ്പോൾ ഏത് രാജ്യമായാലും ശരി. ആ രാജ്യത്തിൻ്റെ മുകളിൽ മറ്റ് എല്ലാ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ ആ രാജ്യം എണ്ണ തരാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോയി മേടിക്കും. അമേരിക്കയുടെയോ യൂറോപ്യൻ യൂണിയൻ്റെയോ നേറ്റോയുടെയോ ഒന്നും തന്നെ ഭീഷണി നമ്മൾ വകവെക്കത്തില്ല, വകവെക്കാറുമില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വർഷം പ്രത്യേകിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. സ്വകാര്യ കമ്പനികളായിട്ടുള്ള റിലയൻസും നയാരയും അവരുടെ വാങ്ങലിൻ്റെ 50%-ലേറെയും റഷ്യയിൽ നിന്നാണ്. ഓക്കെ, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെയും കൂടെ ഒരു വിഷയമായതുകൊണ്ട്, കാരണം ജനങ്ങളുടെ ജീവിതം ഇപ്പം നമുക്കറിയാം, നമുക്ക് പെട്രോളും ഡീസലൊന്നും കിട്ടില്ലെങ്കിൽ ജനജീവിതം സ്തംഭിക്കും അല്ലേ എല്ലാ രീതിയിലും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എനർജി അത്യാവശ്യമാണ്. ഓയില്, ഗ്യാസ് ഇതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ, നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങളില്ലാത്ത ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളുടെ ഭീഷണിക്ക് മുന്നിലോ സമ്മർദ്ദത്തിന് മുമ്പിലോ വഴങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വഴങ്ങിയാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യ താല്പര്യങ്ങളെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ഹനിക്കേണ്ടി വരും. വിലയും ക്രൂഡ് ഓയിലിൻ്റെ ഈ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. ഏകദേശം $70 അടുത്ത ബ്രണ്ട് ക്രൂഡ് വില ഉയർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന എണ്ണയുടെ വില നമുക്ക് എപ്പോഴും തിരിച്ചടിയാണ്. കാരണം നമ്മളുടെ ഫോറിൻ കറൻസി റിസർവ് നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിൽ അത് സംസാരിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഗ്ലോബൽ ക്രൂഡ് $70 ആണെങ്കിൽ അല്ലേ ഒരു ബാരലിന്, നാളെ അത് 70-ൽ കൂടുതൽ $80 അല്ലെങ്കിൽ $75 ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഫോറിൻ കറൻസി കൊടുത്ത് ഓയിൽ മേടിക്കേണ്ടി വരുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഫോറിൻ കറൻസി റിസർവിനകത്തിൽ വലിയ ഇടിവും കുറവും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഓയിലിൻ്റെ ആഗോള വിപണിയിലുള്ള വില വർധനവ് ഇന്ത്യക്ക് എപ്പോഴും ഒരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓയിൽ അല്ലെങ്കിൽ എനർജി ഡിപ്ലോമസിയെക്കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്ത. ഏറ്റവും ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റോയുടെ ജനറൽ സെക്രട്ടറി ഇന്ത്യയുടെ പേര് പറയാതെ തന്നെ ഇന്ത്യ, ചൈന, ബ്രിക്സിലുള്ള രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയാണ്. കാരണം റഷ്യ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയും ചൈനയുമാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നാറ്റോയുടെ ജനറൽ സെക്രട്ടറി അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും അമേരിക്കയുടെയും ഭീഷണിക്ക് പുറമെ ഭീഷണി പിന്നെ മുഴക്കിയത്. കാരണം കൂടുതൽ ശക്തമായിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളും അല്ലെങ്കിൽ സാങ്ഷൻസും ഒക്കെ ഈ രാജ്യങ്ങൾക്ക് മേൽ ഞങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ള ഭീഷണിയും സമ്മർദ്ദ തന്ത്രമൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വഴങ്ങിക്കൊടുക്കാൻ ചൈന ഒന്നും തയ്യാറായിട്ടില്ല. ഒട്ടും ചൈന ഒന്നും മൈൻഡ് ചെയ്യാറ് പോലുമില്ല. ഇന്ത്യയും ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇന്ത്യയുടെ വഴിക്ക് പോയിട്ട് എവിടെ എണ്ണ കിട്ടുമോ, ഏത് രാജ്യം ഇന്ത്യക്ക് എണ്ണ തരാൻ തയ്യാറാണോ ആ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ മേടിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെയും പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മളുടെ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും
ഇത്തരം ശക്തമായിട്ടുള്ള നിലപാടുകളും നയങ്ങളും നമുക്ക് രാജ്യത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.